നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സേനയുടെ കയ്യിൽ ആവശ്യമായ ആയുധങ്ങളില്ലെന്നും നമ്മുടെ ശത്രു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ അത്ര ആധുനികവൽക്കരിക്കപ്പെട്ടതല്ലെന്നും ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് നീങ്ങിയാൽ രാജ്യസുരക്ഷ അപകടത്തിലാകുമെന്നും എത്രയും വേഗം ആയുധങ്ങൾ വാങ്ങാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇന്ത്യയുടെ കരസേനാ മേധാവി ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം ഉന്നയിച്ചത് UPA സർക്കാർ ഭരിക്കുമ്പോഴാണ്. അതായത് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണിയെ മറികടന്നുകൊണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി അന്ന് ഇങ്ങനെ ഒരു കത്തെഴുതിയത്. സത്യത്തിൽ അന്ന് ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സമയമായിരുന്നു. അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം ആയുധ ഇടപാടുകൾ റദ്ദാക്കും. അങ്ങനെ വരുമ്പോൾ സൈന്യത്തിന് ആ ഇടപാടുകളിലൂടെ ലഭിക്കേണ്ട ആയുധം ലഭിക്കാതെ വരും. പാകിസ്ഥാനും ചൈനയുമെല്ലാം ആയുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുമ്പോൾ ഇന്ത്യക്ക് ആയുധങ്ങൾ ആവശ്യത്തിനില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് സൈന്യത്തെ കൊണ്ട് പറയേണ്ടി വന്ന ഒരു സാഹചര്യമാണ് അന്നുണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം കാര്യങ്ങൾ മാറിയുന്നു. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിനും ആയുധവൽക്കരണത്തിനും വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചുവെന്ന് മാത്രമല്ല, ഒട്ടനവധി ആയുധ ഇടപാടുകളും റാഫേൽ ഉൾപ്പെടെയുള്ള ഡീലുകളുമെല്ലാം ഇന്ത്യ പിന്നീട് കണ്ടു. ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക, വിദേശ രാജ്യങ്ങളിൽ നിന്നും വാങ്ങിക്കൂട്ടുക എന്നതിനപ്പുറത്തേക്ക് ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, സ്വന്തം ആവശ്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക, അതിനുശേഷം ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുക എന്നീ കാര്യങ്ങളിലും ഇന്ത്യ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി റെക്കോർഡ് ലെവലിലാണ്. ഇന്നിപ്പോൾ ഇറക്കുമതിയെ അത്ര കണ്ട് ആശ്രയിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങളാണ് കൂടുതലും പരീക്ഷിച്ചത്. കൃത്യമായിരുന്നു അവയുടെ ഫലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ ആവശ്യക്കാർ ഏറി. ബ്രഹ്മോസ് അടക്കമുള്ള ആയുധങ്ങൾ വാങ്ങാൻ ഇപ്പോൾ രാജ്യങ്ങൾ വരി നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സേനയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ നിർണായക തീരുമാനം ഇന്നെടുക്കുകയാണ്. 1 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ ആയുധ ഇടപാടുകൾക്കാണ് ഇന്ന് ചേരുന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകിയത്. അതായത് ഇന്ത്യൻ സേനയുടെ ആയുധവൽക്കരണത്തിലും ആധുനികവൽക്കരണത്തിലും ഇന്ന് ഒരു നിർണായകമായ ദിനമായി മാറുകയാണ്. 3 പ്രധാനപ്പെട്ട മേഖലകളിലാണ് ഈ ആയുധ സംഭരണം നടക്കുന്നത്. അതായത് 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ ആയുധ സംഭരണം നടന്നിരിക്കുന്നത്. വെറുതെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയല്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് വ്യോമ പ്രതിരോധം, ആയുധങ്ങളുടെ ദീർഘദൂര കൃത്യത, അതോടൊപ്പം തന്നെ ദ്രുത വിന്യാസ ശേഷി എന്നീ 3 ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ ആയുധ സംഭരണം നടക്കുന്നത്. വ്യോമ പ്രതിരോധം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരുന്നു. അതായത് ആദ്യം ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തെയോ പാകിസ്ഥാനിലെ ജനവാസ മേഖലയെയോ ലക്ഷ്യം വച്ചിരുന്നില്ല. എന്നാൽ ഈ ഭീകര കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കനത്ത ആക്രമണം നടത്തുകയായിരുന്നു. പാകിസ്ഥാൻ ആയിരക്കണക്കിന് ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമാണ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത്. പക്ഷേ ഒരെണ്ണവും ലക്ഷ്യം കണ്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി മാറിയത്, ആ സമയത്ത് ഇന്ത്യയുടെ രക്ഷകരായി മാറിയത് ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു. S-400 അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെയും മിസൈലുകളെയും ഒന്നും നിലം തൊടിയിച്ചില്ല. പാകിസ്ഥാൻ അയച്ച ഡ്രോണുകളും മിസൈലുകളുമെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ചിതറി. ഒരെണ്ണം പോലും ലക്ഷ്യം കണ്ടില്ല. പക്ഷേ ഇതിന് മറുപടിയായി ഇന്ത്യ പ്രത്യാക്രമണം നടത്തി. ആ പ്രത്യാക്രമണമെല്ലാം കൃത്യമായ ലക്ഷ്യം കണ്ടു എന്ന് നമ്മൾ കണ്ടതാണ്. ഇതാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് മേൽക്കൈ നേടിക്കൊടുത്തത്. മണിക്കൂറുകൾക്കകം ഇന്ത്യയുടെ കാൽക്കൽ വീണ് വെടിനിർത്തൽ വേണമെന്ന് പാകിസ്ഥാൻ കരയാൻ കാരണം ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായകമായി മാറിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തന്നെയാണ്. പാകിസ്ഥാന്റെ ആക്രമണ പരിധിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിക്കാൻ
ഇന്ത്യക്ക് കഴിഞ്ഞു. പക്ഷേ രാജ്യമൊട്ടുക്കും വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിക്കേണ്ടതുണ്ട്. കാരണം ഇസ്രായേലിലേക്ക് വരുന്ന ഓരോ മിസൈലുകളെയും ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം ആകാശത്ത് വെച്ച് തകർക്കുന്നത് കണ്ട് കണ്ണഞ്ചിപ്പോയവരാണ് ഇന്ത്യക്കാരടക്കമുള്ളവർ. എന്നാൽ അയൺ ഡോമിനേക്കാൾ മികച്ച സംവിധാനം ഇന്ത്യക്കുണ്ട് എന്ന് ഇന്ത്യക്കാർ മനസ്സിലാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്താണ്. അതുകൊണ്ട് തന്നെ മറ്റു ഭാഗങ്ങളിൽ കൂടി വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു നിഴലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതുകൊണ്ടാണ് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ കൂടുതൽ തുക നിക്ഷേപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 1 ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ അതിലൊന്നാം സ്ഥാനം ലഭിക്കുക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായിരിക്കും. രണ്ടാമത്തേത് ആയുധങ്ങളുടെ ദീർഘദൂര കൃത്യതയാണ്. ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ ആയുധങ്ങളെല്ലാം തന്നെ ദീർഘദൂര കൃത്യത ഉറപ്പുവരുത്തിയെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതാണ്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഏതാണ്ട് 300-400 കിലോമീറ്റർ അകത്ത് സഞ്ചരിച്ചിരുന്ന പാകിസ്ഥാന്റെ നിരീക്ഷണ വിമാനമടക്കം വെടിവെച്ചിടാൻ ഇന്ത്യയുടെ മിസൈൽ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നു. മാത്രമല്ല കൃത്യമായ ഓപ്പറേഷനുകൾ നടത്തി പാകിസ്ഥാൻ ഡ്രോണുകളെ നിയന്ത്രിച്ചിരുന്ന ഭൂഗർഭ അറകളിലേക്ക് വെന്റിലേഷനിലൂടെ മിസൈലുകൾ പായിച്ച് ആ അറകളടക്കം തകർത്ത കഥകൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെ കൃത്യമായ ഓപ്പറേഷൻ, കൃത്യമായ ആക്രമണം നടത്താൻ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് കഴിയും എന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചു. അത്തരത്തിലുള്ള കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും ദീർഘദൂര കൃത്യത ഉറപ്പുവരുത്തുന്നതിനുള്ള സാങ്കേതിക വിദ്യ ആർജിക്കാനുമാണ് അടുത്ത ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം ദ്രുത വിന്യാസ ശേഷിയാണ്. ആക്രമണത്തിലും പ്രതിരോധത്തിലും വേഗതയിലാണ് കാര്യം. പാകിസ്ഥാൻ മരത്തിൽ കാണുമ്പോൾ ഇന്ത്യ മാനത്തു കാണും. അത്ര വേഗതയിലാണ് ഇന്ത്യ മറുപടി നൽകിയത്. പാകിസ്ഥാന്റെ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളുമെല്ലാം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള മിസൈലുകളും ഡ്രോൺ വേദ സംവിധാനങ്ങളുമെല്ലാം ഇവിടെ ആക്റ്റീവായി മാറിയിരുന്നു. മാത്രമല്ല മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ കഴിഞ്ഞു. ചൈനയിൽ നിന്നും വാങ്ങിവെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തു. അതിനുശേഷമാണ് ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാനിൽ സംഹാര താണ്ഡവമാടിയത്. ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വിന്യസിക്കാൻ ശേഷിയുള്ള ആയുധങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെ 3 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ചർച്ച നടക്കുന്നത്. 3 വിഷയങ്ങൾ അല്ലെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യ 1 ലക്ഷം കോടിയോളം രൂപയുടെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് കാമിക്കാസെ ഡ്രോണുകൾ തന്നെയാണ്. ആധുനിക യുദ്ധമുഖത്ത് ഡ്രോണുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഡ്രോണുകൾ ഇനിയിപ്പോൾ ഏത് സംഘർഷത്തിൻ്റെയും പ്രധാനപ്പെട്ട താരമായി മാറും. കാമിക്കാസെ ഡ്രോണുകൾ വളരെ പ്രധാനപ്പെട്ട ഡ്രോണുകളാണ്. ഇന്ത്യൻ സാഹചര്യത്തിന് അനുയോജിച്ച ഡ്രോണുകളാണ്. ഈ ഡ്രോണുകൾ വളരെ വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ പരിശോധിക്കും. അതോടൊപ്പം നമ്മുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും പ്രതിരോധ നിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ഇന്ത്യൻ കരസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണത്. ടാങ്കുകളും കവചിത വാഹനങ്ങളും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനിൽ കനത്ത ആക്രമണം ബ്രഹ്മോസ് മിസൈലുകൾ നടത്തിയപ്പോൾ പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയത് അതിർത്തിയിലെ ഷെല്ലിംഗ് കടുപ്പിച്ചുകൊണ്ടായിരുന്നു. അതിർത്തിയിൽ ഉടനീളം കനത്ത ഷെല്ലിംഗ് ആണ് പാകിസ്ഥാൻ നടത്തിയത്. ഇതിലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെ ആൾനാശവും നാശനഷ്ടവും ഒക്കെ ഉണ്ടായത്. ഈ ആക്രമണം കനത്ത ഷെല്ലിങ്ങിനെ പ്രതിരോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ടാങ്കുകളും അതുപോലെ തന്നെ കവചിത വാഹനങ്ങളുമൊക്കെയാണ്. ഈ ടാങ്കുകൾക്കും കവചിത വാഹനങ്ങൾക്കും അധിക സുരക്ഷ നൽകുന്ന ഒരു സംവിധാനമുണ്ട്. അത് ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നാണ് അതിൻ്റെ പേര്. ഈ ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഈ മിസൈലുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളിൽ നിന്നുമൊക്കെ ഈ ടാങ്കുകളെ രക്ഷിക്കുന്നു. ഇതിലുള്ള സെൻസറുകൾ മിസൈലുകൾ കണ്ടെത്തി പ്രത്യാക്രമണം നടത്താൻ സഹായിക്കുന്നു. ഇങ്ങനെ ഈ ടാങ്കുകളും അതുപോലെ തന്നെ കവചിത വാഹനങ്ങളെയും സംരക്ഷിക്കാനായി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അതടക്കം വാങ്ങാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതടക്കം വാങ്ങാനുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാനെയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ വിറപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ആയുധ സംഭരണികൾ ഇതാ നിറയാൻ പോകുന്നു. 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ ഇടപാടുകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു.